അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഒറ്റയിലൊരു ജീവിയും എന്ന ചാപ്റ്ററായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 2 പിക്ചർ കാണാം. ഒന്ന് പകൽ സമയത്ത് സസ്യങ്ങളിൽ നടക്കുന്ന കാര്യവും അതേപോലെ രാത്രി കാലങ്ങളിൽ സസ്യങ്ങളിൽ നടക്കുന്ന കാര്യവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പകൽ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്, സസ്യങ്ങൾ ഓക്സിജൻ സ്വീകരിക്കുന്നുണ്ട്, അതേപോലെ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നുമുണ്ട്. അതേപോലെ ഈ സസ്യം എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുമുണ്ട്. അപ്പോൾ പകൽ സമയത്ത് ശ്വസനം നടക്കുന്നുണ്ട്. പകൽ സമയത്ത് നടക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഈ ഒരു പകൽ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ സ്വീകരിക്കുന്നുണ്ട്, അതേപോലെ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും പകൽ സമയത്ത് ഈ ഒരു സസ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ രാത്രി കാലങ്ങളിൽ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും മാത്രമാണ് സസ്യങ്ങൾ ചെയ്യുന്നത്. അതായത് രാത്രി കാലങ്ങളിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു. ഇങ്ങനെ 2 പ്രവർത്തനങ്ങൾ മാത്രമേ രാത്രി കാലങ്ങളിൽ നടക്കുന്നുള്ളൂ. രാത്രി കാലങ്ങളിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് വിടുന്നില്ല, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണവും രാത്രി കാലങ്ങളിൽ നടക്കുന്നില്ല. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. എന്നാൽ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. അവിടെ ഒരു സൈക്കിളാണ് നടക്കുന്നത്. ആ സൈക്കിളിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, അതേപോലെ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. രാത്രി കാലങ്ങളിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നില്ല? സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പുറത്തേക്ക് വിടുന്നുള്ളൂ. ഇത് കാരണമാണ് നമ്മൾ പറയാറ്, നമ്മൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് എന്ത് വെക്കാൻ പാടില്ല? സസ്യങ്ങളിൽ വെക്കാൻ പാടില്ല. കാരണം രാത്രി കാലങ്ങളിൽ ഇതെന്ത് ചെയ്യുന്നില്ല? ഓക്സിജൻ പുറത്തുവിടുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും? നമ്മുടെ റൂമുകളിൽ അധികമായി വരും. അത് നമുക്ക് ദോഷകരമാണ്. ഇനി ആതിഥേയനും അതിഥികളും. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇല്ല. ചില സസ്യങ്ങൾ മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നവയുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു മാവുണ്ട്, അതേപോലെ ഒരു ഇത്തിൽക്കണ്ണിയുണ്ട്, മൂടിലത്താളിയുണ്ട്, മരവാഴയുണ്ട്. മാവ് എന്താ പറയുന്നത് നോക്കൂ. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഇനി അപ്പോൾ ആ മാവ് എന്താ പറയുന്നത്? മാവിന് വേണ്ട ആഹാരം മാവ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം നിർമ്മിക്കുന്നുണ്ട്. ഇനി ഇത്തിൽക്കണ്ണി പറയുന്നത് നോക്കാം. ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇത്തിൽക്കണ്ണി എന്താ ചെയ്യുന്നത്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്, എന്നാൽ ജലവും ലവണവും എന്ത് ചെയ്യുന്നുണ്ട്? മാവിൽ നിന്നും വലിച്ചെടുക്കുകയാണ് ഇത്തിൽക്കണ്ണി ചെയ്യുന്നത്. ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, എന്നാൽ ഇത്തിൽക്കണ്ണി ജലവും ലവണവും ആ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് മരവാഴ നോക്കുകയാണെങ്കിൽ, മരവാഴ എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. മരവാഴ പറയുന്നത് മരവാഴയ്ക്ക് വേണ്ട ആഹാരം മരവാഴ സ്വയം നിർമ്മിക്കുന്നുണ്ട്, എന്നാൽ മരവാഴയ്ക്ക് ഇരിക്കാൻ എന്ത് വേണം? ഒരു സ്ഥലം വേണം. ഇനി മൂടിലത്താളി പറയുന്നു, മൂടിലത്താളി സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല. മൂടിലത്താളിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. ഇപ്പം മാവ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. എന്നാൽ ഇത്തിൽക്കണ്ണിയും സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു, പക്ഷെങ്കിൽ ജലവും ലവണവും എന്ത് ചെയ്യുന്നുണ്ട്? ഏത് സസ്യത്തിലാണോ ഇത്തിൽക്കണ്ണി ഉള്ളത് ആ സസ്യത്തിൽ നിന്നും വലിച്ചെടുക്കുന്നു. ഇനി മരവാഴ പറയുന്നത് മരവാഴയ്ക്ക് വേണ്ട ആഹാരം മരവാഴ തന്നെ ഉണ്ടാക്കിക്കോളും, പക്ഷെ മരവാഴയ്ക്ക് ഇരിക്കാനൊരു സ്ഥലം മാത്രം മതി. അതെന്ത് ചെയ്യുന്നില്ല? മറ്റുള്ളവയിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുക്കുന്നില്ല. മൂടിലത്താളി പറയുന്നത് മൂടിലത്താളി എന്ത് ചെയ്യുന്നില്ല? സ്വന്തമായിട്ട് ആഹാരങ്ങളൊന്നും നിർമ്മിക്കുന്നില്ല. മൂടിലത്താളി മറ്റുള്ള ചെടികളിൽ നിന്നും എന്ത് ചെയ്യുന്നു? അതിനാവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു. ഇനി
പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. ഇനി നമ്മൾ മരവായ നോക്കുകയാണെങ്കിൽ മരവായയ്ക്ക് ഇതാണ് മരവായ. ഈ മരവായയ്ക്ക് 2 ടൈപ്പ് വേരുകളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കട്ടിയുള്ള വേരുകൾ കാണുന്നില്ലേ, വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകളില്ലേ, ഇത് ഒരു ടൈപ്പ് വേരുകൾ. അതേപോലെ തന്നെ ഈ മരവായയിൽ എന്തുണ്ട്, ചെറിയ വേരുകളുണ്ട്. അപ്പോൾ 2 തരം വേരുകൾ മരവായയിലുണ്ട്. ഒന്ന് വെളുത്ത് കട്ടി കൂടിയ വേരുകളും ഒന്ന് കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ചെറിയ വേരുകളും. അപ്പോൾ നമുക്ക് നോക്കാം. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് മരവായ എന്ന് പറയുന്നത് ഒരു വേറൊരു സസ്യത്തിൽ നിന്നും അതിന് വാസസ്ഥലം, അതിന് താമസിക്കാനൊരു സ്ഥലം മാത്രം മതി. അതിന് വേണ്ട ജലവും ലവണങ്ങളൊക്കെ അതെന്ത് ചെയ്യും, സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോളും. അതിന് താമസിക്കാൻ മാത്രം എന്ത് ചെയ്താൽ മതി, ഒരു സ്ഥലം കിട്ടിയാൽ മതി. ഇപ്പോൾ മരവായയ്ക്ക് 2 ടൈപ്പ് വേരുകളുണ്ട്. ചെറിയ വേരുകളും അതേപോലെ വെളുത്ത നിറത്തിലുള്ള കട്ടി കൂടിയ വേരുകളുമുണ്ട്. ഈ ചെറിയ വേരുകൾ ഈ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ എന്ത് ചെയ്യുന്നു, ഈ മരവായയെ സഹായിക്കുന്നു. എന്നാൽ വെളുത്ത കട്ടി കൂടിയ വേരുകൾ എന്താ ചെയ്യുന്നത്, അത് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 വേരുകളുടെയും ധർമ്മം നമ്മൾ പഠിച്ചു. ചെറിയ വേരുകൾ നമ്മൾ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. വെളുത്ത നിറത്തിലുള്ള കട്ടി കൂടിയ വേരുകൾ എന്ത് ചെയ്യുന്നു, ഇതിന് അതായത് ജലം, അന്തരീക്ഷത്തിൽ നിന്നും ജലം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഇതെന്താ ചെയ്യുന്നത്, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വാസസ്ഥലത്തിനായിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഒരു സ്ഥലം കിട്ടിയാൽ മതി. ഇങ്ങനെ വാസസ്ഥലത്തിനായിട്ട് മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. അതായത് മരവായ എന്തിന് എക്സാമ്പിളാണ്, ഒരു എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഓർക്കിഡ് എന്താണ്, എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇപ്പോൾ മരവായ, ഓർക്കിഡ് ഇതൊക്കെ എന്താണ്, എപ്പിഫൈറ്റുകളാണ്. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതിന് വാസസ്ഥലത്തിനായിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ആതിഥേയ സസ്യത്തിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത്തിൽക്കണ്ണീനെ നോക്കാം. ഇത്തിൽക്കണ്ണി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഇത്തിൽക്കണ്ണിയുടെ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് സസ്യത്തിലാണോ അത് വളരുന്നത് ആ സസ്യത്തിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പടരുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാതങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്തിട്ട് ഇത്തിൽക്കണ്ണി എന്ത് ചെയ്യുന്നു, സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അർദ്ധപരാതങ്ങൾ. ഇനി നമുക്ക് മൂടിലത്താളി നോക്കാം. മൂടിലത്താളി നോക്കുകയാണെങ്കിൽ മൂടിലത്താളി ഇതേപോലെ തന്നെ അതിൻ്റെ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് സസ്യത്തിലാണോ അത് പടരുന്നത് ആ മരത്തിലേക്ക് ഇതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മൂടലത്താളി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടിലത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ മൂടലത്താളി ചെയ്യുന്നത് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു. ഇങ്ങനെയുള്ള സസ്യങ്ങളെ നമ്മൾ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എപ്പിഫൈറ്റുകളുണ്ട്, അർദ്ധപരാതങ്ങളുണ്ട്, പൂർണ്ണപരാതങ്ങളുണ്ട്. എപ്പിഫൈറ്റ് നോക്കുകയാണെങ്കിൽ എപ്പിഫൈറ്റ് താമസിക്കാൻ മാത്രം എപ്പിഫൈറ്റിന് സ്ഥലം മതി. അതിന് എക്സാമ്പിളാണ് മരവായയും ഓർക്കിഡും. എന്നാൽ അർദ്ധപരാതം നോക്കുകയാണെങ്കിൽ ഇത്തിൽക്കണ്ണിക്ക് എന്ത് വേണം, ജലവും ലവണങ്ങളും ആതിഥേയ സസ്യത്തിൽ നിന്നും കിട്ടണം. എന്നാൽ മാത്രമേ അതിന് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് അർദ്ധപരാതത്തിന് എക്സാമ്പിൾ ഇത്തിൽക്കണ്ണി. അതെന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്ത് കൊടുക്കണം, ജലവും ലവണവും മറ്റേ സസ്യത്തിൽ നിന്നും ലഭിക്കണം. ഇനിയുള്ളത് പൂർണ്ണപരാതം അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നത്
അത് മറ്റുള്ള ആതിഥേയ സസ്യത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പോൾ മൂടിലത്താളി എന്താണ്? ഒരു പൂർണ്ണ പരാതമാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം, അതേപോലെ എക്സാമ്പിൾ മനസ്സിലാക്കണം. പൂർണ്ണപരാതം എന്ന് പറയുമ്പോൾ മൂടിലത്താളി വരും. അർദ്ധപരാതം എന്ന് പറയുമ്പോൾ ഇത്തിൾ കണ്ണി. എപ്പിഫൈറ്റ് എന്ന് പറയുമ്പോൾ മരവായ ഓർക്കിഡ്. ഇനി നമുക്ക് കൺക്ലൂഷൻ ചെയ്യാം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ഉദ്ദേശം പഠിക്കാൻ. ഇനി ഇവിടെ ഒരു വിലയിരുത്താമലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നിർമ്മിക്കാൻ കഴിയുമല്ലോ. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയും എന്നാണ് ശരി.